പോളിംഗ് ശതമാനത്തിലെ വർധന മുന്നണികളുടെ ചങ്കിടിപ്പിനെ കുറച്ചു കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കണക്കു പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണ കേരളത്തിൽ രേഖപ്പെടുത്തിയത്. 2021 76%-ഓളമായിരുന്നു പോളിംഗ്. SIRന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 24.08 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇവരിൽ 16.69 ലക്ഷം പേർ ഹിയറിംഗിന് ശേഷം വീണ്ടും പട്ടികയുടെ ഭാഗമായി. വോട്ടർ പട്ടിക പരിഷ്കരണവും പുതിയ വോട്ടർമാരെ ചേർത്തതും ഉൾപ്പെടെ നിലവിൽ 2,71,42,952 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 2021 2,75,03,768 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 2,09,03,230 പേർ അന്ന് വോട്ട് ചെയ്തിരുന്നു. SIRന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ 3.6 ലക്ഷത്തോളം കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80-ലധികം സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പാണെന്ന് UDF ക്യാമ്പ് അവകാശപ്പെടുന്നു. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നും UDF വിലയിരുത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് LDF കരുതുന്നു. ചുരുങ്ങിയത് 3 സീറ്റെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗ് ആണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്കും മുകളിലാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കിയ ശേഷം 1960 നടന്ന തിരഞ്ഞെടുപ്പിലായിരുന്നു സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് 85.72%. അന്ന് 108 സീറ്റിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി 29 സീറ്റും 80 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 63 സീറ്റും നേടി. 1982 മുതൽ 2021 വരെ 4 തവണ UDFും 5 തവണ LDFും അധികാരം നേടി. ഇക്കാലയളവിൽ ഏറ്റവും കൂടിയ പോളിംഗ് 1987-ലാണ്. അന്ന് സമ്മതിദാനം വിനിയോഗിച്ചത് 80.54% പേരാണ്. 4 പതിറ്റാണ്ടിലെ റെക്കോർഡ് പോളിംഗ് അതാണ്. 1996 ഏറ്റവും കുറവ് 71.16%. 87-ലും 96-ലും ഇടതുമുന്നണിയാണ് അധികാരം നേടിയത്. 2011-ലും 2016-ലും പോളിംഗ് 75% പിന്നിട്ടു. യഥാക്രമം 75.12%, 77.35% എന്നിങ്ങനെയായിരുന്നു ആ 2 തവണത്തെ കണക്ക്. 2011-ൽ UDFും 2016-ൽ LDFും അധികാരം നേടി. വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമാണെന്ന് ഉറപ്പിച്ചു പറയാനാകില്ലെന്ന് ശരിവെക്കുന്നതാണ് പോളിംഗ് ശതമാനത്തിന്റെ കണക്ക്. 16-ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വിധി അറിയാനായി കാത്തിരിക്കുകയാണ് കേരളം. നമുക്ക് കാത്തിരിക്കാം മെയ് 4 വരെ.